ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദൻ. ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് 2024 സെപ്റ്റംബർ മാസഫലമാണ്. ഇപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കുക, അല്ലെ? ഇപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഫലങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി സെപ്റ്റംബർ മാസമാണ്, അല്ലെ? നമ്മുടെ ജീവിതത്തെ എന്തൊക്കെ പ്രതീക്ഷയോടെയാണ് കാണേണ്ടത്, എന്തൊക്കെ കരുതലാണ് നമ്മൾ എടുക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ വ്യക്തമായി നോക്കുക. തൊഴിൽ സംബന്ധമായിട്ട്, വിദ്യാർത്ഥികൾ കാര്യങ്ങള്, കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, അതേപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും നമ്മൾ എന്ത് ചെയ്യണേ, നമ്മൾ ഈ ഒരു മാസഫലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. രാശിഫലം വെച്ചോ ലഗ്നഫലം വെച്ചോ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. രണ്ടും കൂടി കാണുമെങ്കിൽ ഉചിതമായിരിക്കും. രണ്ടും കൂടി കണ്ടു കഴിഞ്ഞാൽ ഇപ്പം മേടരാശിയിൽ ജനിച്ചു, ഇടവ ലഗ്നമാക്കി മേടത്തിനെയും ഇടവത്തിനെയും കൂടി ഫലം കാണുന്നത് വളരെ ഉത്തമമായിരിക്കും. എന്നിട്ടൊരു സമ്മിശ്ര ഫലമായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ടിന്റെയും കൂടി ഫലം കോടീകരിച്ച് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാതകത്തിലേക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അതിന്റെയൊക്കെ വിശദമായ കാര്യങ്ങൾ നമുക്ക് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. ഒരു കേട്ടോ, നമ്മുടെ ഫലം കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇടവരാശി കാർത്തിക മുക്കാട് രോഹിണി മകേരം വരെ അടങ്ങുന്ന 2000 നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുക. ഇടവരാശി അഥവാ ഇടവലഗ്നം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തൊഴിൽ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരി വക്രത്ത് നിൽക്കുന്ന സമയമാണ്. ഇടവത്തിന് നല്ലൊരു ഫലത്തെ തന്നെ പ്രദാനം ചെയ്യുന്ന ഒരു മാസമായിട്ട് പറയാവുന്ന സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. നമ്മുടെ ജാതകത്തിൽ ശനി ഉത്തമമായിട്ടാണ് നിൽക്കുക, അനുകൂലമായിട്ടാണ് നിൽക്കുകയെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള തൊഴിൽ നേട്ടം, തൊഴിൽ ഭാഗ്യം ഒക്കെ പറയാവുന്ന സമയം തന്നെയാണ്. പക്ഷെ നമ്മൾ ബിസിനസ് സംബന്ധമൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്കൊക്കെ പോകുന്നവര് ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടല്ല ചെയ്തതെങ്കിൽ നമുക്കത് വലിയ നഷ്ടത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. സോ അത് കൃത്യമായി പഠിച്ച് അനലൈസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റിന്റെ സൈഡിലേക്കൊക്കെ ഇറങ്ങാൻ ശ്രമിക്കാം. പുതിയ ഐഡിയാസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യമായിരിക്കും. സോ അതിൽ എല്ലാ ഐഡിയാസും വർക്കൗട്ട് ചെയ്യാൻ നോക്കല്ല, അതിലെ ആ ഐഡിയാസ് ഒക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ ഏത് ഐഡിയ ആണോ വർക്കൗട്ട് ആവണോ ഏറ്റവും ഉത്തമം എന്ന് നോക്കി മാത്രം മാർക്കറ്റൊക്കെ ഒന്ന് പഠിച്ച ശേഷം മാത്രം അതെന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക്, ജോലിക്കൊക്കെ പോകുന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തൊഴിൽ ഭാരമൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടും. ചെയ്യുന്ന തൊഴിൽ ഭയങ്കരമായിട്ട് ഭാരം അനുഭവപ്പെടാം. ആ ഒരു പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേര് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, ഓക്കെ, സെപ്റ്റംബറിന് മുമ്പേ നിങ്ങളുടെ പേരൊക്കെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, പ്രൊമോഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യത. അതല്ലാതെ സെപ്റ്റംബർ മാസത്തിൽ ഒരു പ്രൊമോഷനിലേക്ക് വരാനോ ഒന്നും അത്ര വലിയ ഇതൊന്നും കാണുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, പരിശ്രമം കൈവിടണ്ട, പരിശ്രമിക്കുക. ഓക്കെ, നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നമുക്കപ്പോ ഒരു നാൾ എന്താ കീഴടക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ പരിശ്രമം ഒന്നും കൈവിടല്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. ഓക്കെ, ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഓവർ എക്സ്പെക്ടേഷൻ ഉണ്ട്, നമുക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ദുഃഖമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കും, അല്ലെ? ജീവിതത്തിൽ എപ്പോഴും ദുഃഖ കടലായി കിടക്കും. അപ്പൊ അതിന് നല്ലത് നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഓരോ അടയാളങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മനോഹരമായിട്ട് മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് കൃത്യമായി ചെയ്തു പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ലൊരു മാറ്റം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് തൊഴിൽ പലകാലമായിട്ട് അന്വേഷിച്ചു, തൊഴിലൊന്നും കിട്ടിയില്ല, അപ്പൊ ഞാൻ എല്ലാം നിർത്തും, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ വേറെ എന്തെങ്കിലും തൊഴിലൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചാലേ തൊഴിൽ എന്നെ കൊണ്ടൊന്നും പറ്റുന്ന പറയില്ല. നമ്മുടെ ആ ക്വാളിഫിക്കേഷൻ താഴ്ന്നൊരു രീതിയിൽ പോയിട്ട് ജോലി ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ടെൻഷൻ കയറുക, സ്ട്രെസ്സൊക്കെ കയറാൻ സാധ്യതയുണ്ട്. കാരണം വളരെ കാലമായിട്ട് തൊഴിൽ അന്വേഷണം കിട്ടുന്നൊന്നുമില്ല. എല്ലായിടത്തും എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. ഇന്ന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും കിട്ടിയ പലയിടത്തും നമുക്ക് ഒരു ജോബ് കിട്ടാത്തൊരവസ്ഥ ചാൻസ്. നമ്മളെയും കഴിഞ്ഞിട്ട് ടാലന്റ് കുറഞ്ഞവർക്ക് ജോലി വിട്ടു പോകുന്നു, എന്നാലും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ഒരു നിരാശാബോധം വരാൻ സാധ്യതയുണ്ട്. സോ അതൊന്നും വലിയ രീതിയിൽ നിങ്ങളെ ബാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് നേരത്തെ ചിന്തിക്കണം, ഓക്കെ ഇങ്ങനെയൊക്കെയാണ്. സോ അതൊക്കെ ടേക്ക് കെയർ ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു മാസത്തെ നോക്കി കാണാൻ ശ്രമിക്കണം കേട്ടോ. ബിസിനസ്സിനൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് അനുകൂലമായ സമയം തന്നെയാണ്. നമുക്കൊരു നല്ലൊരു പ്രോപ്പർ ആയിട്ടൊരു ഇൻകം ഒക്കെ കിട്ടും. എന്നിരുന്നാലും ഞാൻ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് സൈഡ് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയൊക്കെയാണ് തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ള. പിന്നെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സംബന്ധമായിട്ടായി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജന്മത്തിൽ തന്നെയാണ്, അല്ലെ, വ്യാഴം എന്ന് പറഞ്ഞ ഇടവൻ രാശിയിലാണ് വ്യാഴം നിൽക്കുക. നമുക്ക് എന്തും
നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണം. എന്തൊരു കാര്യം ഞാൻ ആഗ്രഹിച്ച പോലെ നടന്നു കിട്ടുന്ന ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ തോന്നേണ്ട സമയം തന്നെയാണ്. സോ നമുക്ക് മനസ്സിലാക്കണം, എല്ലാ കാര്യവും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കുകയില്ല. ഓക്കെ, അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. നമ്മൾ വിചാരിക്കുന്ന കാര്യം മാത്രമേ നടക്കുകയുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നു എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ആയ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും. കാരണം ഞാൻ പറഞ്ഞ ആ എക്സ്പെക്ടേഷൻ ആണ് നമ്മളെ എന്ത് ചെയ്യണേ എല്ലാത്തിനും പ്രശ്നമാക്കുന്നത്. അതൊരു നമ്മൾ ഉദാഹരണത്തിന് ഒരു മൂവി എടുക്കുകയാണെങ്കിലും ഒരു ഓവർ എക്സ്പെക്ടേഷനിൽ എന്ത് സമീപിച്ചാലും അതെന്ത് സംഭവിക്കും, നമുക്ക് ഒരു ബാഡ് എഫക്റ്റ് അല്ലെങ്കിൽ ബാഡ് റിസൾട്ട് നമുക്ക് നൽകുകയുള്ളൂ. അത് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ജീവിതം മുന്നോട്ടും അങ്ങനെ തന്നെ ചിന്തിക്കാവുള്ളൂ. എന്തൊരു കാര്യം നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. ഇതിന് നമ്മളൊരു പോസിറ്റീവ് തിങ്ക് ആയിട്ട് എടുക്കുക. ഇങ്ങനെയൊക്കെയാണ് എന്ന് നിങ്ങളുടെ മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് നിങ്ങൾക്കറിയാം. ഓക്കെ, നടന്നില്ല, ഓക്കെ, ഐ ക്യാൻ ട്രൈ അഗൈൻ. ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാം, എനിക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ പറ്റും. ഒരു തൊഴിൽ നോക്കി അല്ലെങ്കിൽ കുടുംബത്തിൽ നോക്കുകയാണെങ്കിലും വിവാഹത്തിനൊക്കെ നോക്കി നടക്കുന്നില്ല, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുന്നേ, പരിശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഫാമിലി സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിലും പൊതുവെ എല്ലാ കാര്യങ്ങളും ഫാമിലി റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആയാലും കുറെ നാളായി കല്യാണം കഴിഞ്ഞു, എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ ഒരു മാസം നിങ്ങൾക്ക് കടന്നു കിട്ടാൻ സാധിക്കും. അതേപോലെ തന്നെ രാശിനാഥനായ ശുക്രൻ നീചത്തിൽ കേതുവിനോടുകൂടെ യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. സോ നമ്മുടെ മനസ്സിന് ഒരു പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറവൊക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. അത് പ്രണയയുടെ കാര്യത്തിലായാലും ഈ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറവ്. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് എനിക്ക് ഈ പ്രണയം വേണ്ട, എനിക്ക് ഈ പ്രണയം വേണ്ടായിരുന്നു, അത് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി, ഇപ്പൊ ആ പ്രണയം വേണ്ടായിരുന്നു എന്നൊരു ചിന്തയൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ളവരോടാ പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു മന്ത് വെയിറ്റ് ചെയ്യോ, പയ്യൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഈ മന്തിൽ നിങ്ങൾ എടുത്തു പിടിച്ചൊരു തീരുമാനത്തിലേക്ക് പോകണ്ട, അടുത്തൊരു മന്ത് വരെ വെയിറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 1 മന്ത്, പക്ഷെ എന്താ തന്നെയാലും ഈ ഒരു മാസത്തിൽ എടുക്കുമ്പോൾ ഒരു മന്ത് നിങ്ങൾക്ക് ടൈം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും, ഇത് വേണോ വേണ്ടയോ എന്ന്. നിങ്ങൾ വലിയൊരു പ്രശ്നത്തിലാണെങ്കിൽ നിങ്ങൾ 2 ദിവസം മിണ്ടാതെയൊക്കെ നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഈശ്വര പ്രാർത്ഥനയിൽ കൂട്ടുകളാക്കുക. അപ്പൊ നമുക്ക് എന്താ പറ്റും, നമുക്കൊരു കൃത്യമായി നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് മനസ്സിൽ തന്നെ ഒരു ഉത്തരം കിട്ടിത്തരും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതേപോലെ നമ്മൾ എന്ത് പറയണം എന്ന് ആഗ്രഹിച്ചാലും അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നമ്മൾ പറയും. നമ്മൾ പറയല്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ വായിക്കകത്തുനിന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വാ തുറന്ന് സംസാരിക്കാൻ പോകുമ്പോൾ നമ്മൾ 1 അല്ല 2, 3 വട്ടം ചിന്തിച്ച ശേഷം മാത്രം ആ സംസാരം അല്ലെങ്കിൽ ആ വാക്ക് അവിടെ പറയുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം. ഓക്കെ, അതല്ലെങ്കിൽ അത് പിന്നീട് ചിന്തിക്കുമ്പോൾ അതൊരു ദുഃഖമായി മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 16 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു പ്ലാനിങ് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അതിനുള്ള ശേഷമുള്ള സമയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു സംശയം, നമുക്ക് പൂർണ്ണമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്വൈസ് സ്വീകരിക്കുക. ആളുടെ കയ്യിൽ, നിങ്ങളുടെ പേരന്റിന്റെ കയ്യിൽ. ഞാൻ പേരൻസിന് അത് കൃത്യമായിട്ട് നിങ്ങളുടെ ആ സംശയത്തെ നിവാരണം ചെയ്യാൻ സാധിക്കില്ലേ, നിങ്ങളുടെ മെന്ററിന്റെ കയ്യിൽ, ഫാക്കൽറ്റിയുടെ കയ്യിൽ, അതല്ല നിങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നല്ലൊരു ഗൈഡ് ആവാം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു നന്മ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം ദോഷം വരണം എന്ന് ആഗ്രഹിക്കാത്ത ആരോടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അഡ്വൈസ് എടുക്കാം നിങ്ങളുടെ എൽഡേഴ്സിനോട്. അപ്പം ചെറിയ ആൾക്കാരോടും ചോദിക്കാം. കാരണം ഇത് പ്രായം മുതിർന്നവർക്ക് തന്നെ അറിവ് കൂടണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുന്നത് നമ്മളെങ്കിലും ചെറിയവരായി പറഞ്ഞ കാര്യമുണ്ട്, അതിലെന്തെങ്കിലും കയമ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് സ്വീകരിക്കണം. അതാണ് നല്ലൊരു മനുഷ്യൻ എന്ന് പറയും അല്ലെ. നമുക്ക് വലിയ ഈഗോ ഒന്നും ഇല്ലാതെ നല്ലൊരു കാര്യം ആര് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക, സ്വീകരിക്കാൻ ശ്രമിക്കുക, അത് എഗ്രി ചെയ്യുക. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ആരും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ സ്ത്രീകളെ അല്ലെങ്കിൽ നമ്മുടെ വിവാഹമൊക്കെ ശേഷം കഴിഞ്ഞ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിനുപരി നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് കാണിക്കുക. ഓക്കെ, നിങ്ങളുടെ പങ്കാളിയെ ഒന്ന് കാണിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് നിങ്ങൾ ഈ ഒരു മാസം നന്നായി മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ചിലപ്പോൾ അവർ പറയേണ്ട വിചാരിച്ച കാര്യങ്ങളല്ലായിരിക്കില്ല നിങ്ങളോട് പറയുന്നത്. സോ ആ മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഭർത്താവിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഓക്കെ ആയിട്ട് ഈ ഒരു മന്ത് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ, ഒരു കലഹം വരാതെ
നിങ്ങൾക്ക് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അവളത് പറഞ്ഞ് ഇങ്ങനെ ആയതുകൊണ്ടാണല്ലോ, അല്ലെ അവളിത് പറയുന്നത് ഇതായതുകൊണ്ടാണല്ലോ. എന്തൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് പറയാനുള്ള മൊത്തം പറയല്ല. ഓക്കെ, അബദ്ധത്തിൽ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഒരു വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു മാസത്തെ കടത്തിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 18 വരെ എന്ന് പറയുമ്പോൾ ശുക്രൻ കേതുവിനോട് യോജിക്കുന്ന സമയമാണ്. നമുക്കൊരു മൊത്തത്തിൽ ഒരു ഇറിറ്റേറ്റിംഗ് മൂഡായിരിക്കും നൽകുക. ഓക്കെ, നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് മൂഡ്, നമുക്ക് എപ്പോഴും മൂഡ് ഇങ്ങനെ സിഗ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മളെ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഭർത്താവ് വന്ന് നിൽക്കുന്നത് എന്ന് പറയുന്നത് നല്ലൊരു ഇഷ്ടത്തോടെ ആയിരിക്കും വന്ന് സംസാരിക്കും, പക്ഷെ നമുക്കതൊരു ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യുക, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഭർത്താവിനോട് ഇത് കൃത്യമായിട്ട് കേൾക്കുക. ഇവരിത് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇവർക്ക് ഈ മൂഡ് ഇങ്ങനെയാണ്, ഇറിറ്റേറ്റിംഗ് മൂഡ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ ഒരു മാസത്തിൽ നോക്കി കാണാൻ സാധിക്കും. ആരോഗ്യ സംബന്ധം നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ കേതു ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുജന്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള മെഡിസിൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനൊക്കെ ആവശ്യങ്ങളൊക്കെ വരാം. അതൊക്കെ നമുക്ക് എന്ത് റിസൾട്ടിലേക്ക് എത്തുകയും ചെയ്യും. 16-ന് ശേഷം സൂര്യൻ കേതുമായിട്ട് യോഗം ചെയ്ത സമയത്താണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നിരുന്നാൽ പോലും നമ്മൾക്ക് ഭയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഉത്തമമായിട്ടുള്ള ഫലത്തേക്ക് പ്രദാനം ചെയ്യാം. അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഫലം മാത്രം കേട്ടുകൊണ്ട് യാതൊരു കാര്യവുമില്ല, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ അത് ബാധിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ കാര്യമാണ്. അതിനു മുമ്പ് നിങ്ങളുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് ആഗ്രഹം കൂടി ഏതുവാണെങ്കിൽ ഉത്തമം. അത് എഴുതിയില്ലെങ്കിലും വിഷയമില്ല കേട്ടോ, പേര് നക്ഷത്രം എഴുതിയാൽ മതി. അത് വ്യക്തമായിട്ട് ഏതാ ശ്രദ്ധിക്കുക, മിക്സ് ആയി പോവാതെ നമുക്ക് വായിക്കുന്നവർക്ക് വായിച്ചെടുക്കാവുന്ന രീതിയിൽ പേര് നക്ഷത്രം ഇന്നതാണെന്ന് വ്യക്തമായിട്ടുള്ള രീതിയിൽ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പേര് നക്ഷത്രം എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം വീഡിയോ നമ്മൾ ഇത്ര ആയിട്ട് കണ്ടു. അപ്പൊ എന്റെ മാസഫലം ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിക്ക് ഈ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ട നമ്മുടെ സ്വയ ജാതകം നമ്മൾ പരിശോധിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വയ ജാതകത്തിലാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത ഇരിക്കുക. അല്ലാതെ പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്ന എത്രയൊക്കെ മേടരാശിക്കാര് മേടത്തിലേക്ക് ജനിച്ചവരുണ്ടോ, മേട ലഗ്നത്തിൽ ജനിച്ചവരുണ്ടോ, രാശി ജനിച്ചവരുണ്ടോ, ഇവർക്കൊക്കെ പൊതുവായിട്ടുള്ള ഫലമാണ് ഇട്ടത്. ഇത് നമ്മുടെ ജാതകമായിട്ട് എങ്ങനെയൊക്കെ ബന്ധിച്ചിരിക്കുന്നു, നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നോക്കുക, നമുക്ക് ഇപ്പൊ ഏത് ദശയാണ് നോക്കുന്നത്, ഏത് അപകാരമാണ് ഇത് നടക്കുന്നത് എന്നൊക്കെ ഉള്ള വളരെ പ്രധാനമായി പങ്കുവഹിക്കുന്നതാണ്. അപ്പം ഇതൊക്കെ നോക്കി നമ്മുടെ ജാതകം കൂടി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടൊരു മാസഫലം എന്ന് കണക്കൂട്ടാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കൊരു നല്ല ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എത്രമാത്രം അനുഭവത്തിൽ നമുക്ക് ആ ഭാഗ്യാനുഭവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വന്നേക്കുന്നുണ്ട് നമ്മുടെ ജാതകം നോക്കിയാൽ അറിയാൻ പറ്റില്ല. കാരണം ജാതകത്തിൽ മോശമായിട്ടാണ് നിൽക്കുന്നത്, നമുക്ക് നെഗറ്റീവ് ഷെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഗോചരാൾ നല്ലൊരു ഫലമാണ് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഗോചര ഫലത്തെ കഴിഞ്ഞ് കൂടുതൽ നമുക്ക് ആധിക്യം എടുത്ത് നിൽക്കുന്നത് നമ്മുടെ ജാതക ഫലം തന്നെയാണ്, അല്ലെ, നമ്മുടെ തലവരെയാണ്. അപ്പൊ ആ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് കരയാം. അതുപോലെ തന്നെ നിത്യമായിട്ട് പ്രശ്നങ്ങൾ മാത്രം, മാസഫലത്തിൽ എപ്പോഴും ഉത്തമമായ ഫലങ്ങൾ മാത്രമാണ് വരിക, എനിക്ക് അനുകൂലമായ ഫലങ്ങൾ മാത്രം ഉണ്ടാവുക, പക്ഷെ എനിക്ക് ജീവിതത്തിൽ അതൊന്നും അനുഭവിക്കാൻ പറ്റാറില്ല എന്നുള്ളവര് നിർബന്ധമായിട്ട് ജാതകം പരിശോധിക്കുകയും ഒരു ചെന്ന് നടത്തുകയും അത്യുത്തമമായിരിക്കും. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗോചരഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താത്തത്, എന്തുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു കണക്ഷൻ ചാനൽ കറക്റ്റ് ആവാത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെ. അപ്പൊ ആ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര ഡൗൺ ആവും, അല്ലെ. ആ മനസ്സ് ഡൗൺ ആവുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് കാണും, അല്ലെ, ഒരു പൊതു ഫലം എടുത്തു കാണും. അപ്പൊ അതിനെ ഭയങ്കരമായിട്ട് നമുക്ക് ദോഷഫലങ്ങളാണ് പറഞ്ഞതെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കോ, ടെൻഷൻ കേട്ടോ, പിന്നെ അവിടെ നിന്ന് ആധികരിച്ച് നിങ്ങൾ വേറെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചൊക്കെ പോവാറുണ്ട്, അല്ലെ. അപ്പൊ അങ്ങനെ ഒന്നും പോകണ്ട. കാരണം എന്താ, ഗോചര ഫലത്തെയും കഴിഞ്ഞ് കൂടുതൽ നമ്മുടെ ജാതക ഫലമാണ് നോക്കുക. അപ്പൊ ആ ജാതകത്തിൽ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി നിങ്ങളുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എപ്പോഴും ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക, ദുഃഖമൊന്നും വേണ്ട കേട്ടോ. അപ്പം ഫലം എന്തും തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ കൃത്യസമയത്ത് ചെയ്യുക, വേണ്ട മുൻകരുതലുകൾ എടുക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി വർക്ക് ചെയ്യുക. നമ്മുടെ കർമ്മം, നമ്മുടെ കർമ്മത്തിനുള്ള ഫലം നമുക്ക് എന്തായാലും ലഭിച്ചേ പറ്റുള്ളൂ,
അല്ലെ? അപ്പൊ അതിനുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ രീതിയിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയാണ് കേട്ടോ. ഇപ്പം ചുമ്മാ ഇരുന്നുകൊണ്ട് നല്ല ഫലമാണോർത്ത് വെറുതെ ഇരുന്ന ഒരു ഫലവും ഉണ്ടാവില്ല. ചീത്ത ഫലമാണോർത്തും പേടിച്ചിരുന്നാൽ നമുക്ക് അതിബുദ്ധിമുട്ടായിരിക്കും. ചീത്ത ഫലത്തിൽ നമ്മൾ അധികമായി കഷ്ടപ്പെടണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അവിടെ വെറുതെ അല്ല ഇരിക്കണ്ട, അവിടെ ഇരട്ടി പരിശ്രമം എടുത്ത് ഞാൻ എങ്ങനെയെങ്കിലും നേരിട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് എന്നെ മുന്നോട്ട് പോവാ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് അത് മറികടക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഈശ്വരൻ നോക്കോ, എത്ര നാളായിട്ട് എന്റെ ഉണ്ണി കഷ്ടപ്പെടുക, ഉണ്ണിയെ രക്ഷിച്ചേക്കാം എന്നൊരു ചിന്ത. നമ്മൾ ഇഷ്ടപ്പെടുന്ന മൂർത്തി ഏതാണോ, അത് യേശു ആവാം, അല്ലാഹു ആവാം, ശിവനാവാം, വിഷ്ണു ആവാം, ദേവിയാവാം, ആരും ആവാം. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ, ആ ഒരു പ്രപഞ്ച ശക്തിയാവാം, ആരാണോ ആ ഒരു എനർജി നമ്മളിലേക്ക്, നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് എന്തേ ആയാലും കിട്ടും കേട്ടോ. നല്ലതായാലും ചീത്തയായാലും കിട്ടുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്കത് ലഭിക്കും. ഇപ്പൊ നല്ല ഫലങ്ങൾ ലഭിക്കും, ദോഷഫലങ്ങൾ നമുക്ക് ലഭിക്കും. പക്ഷെ എന്ന് ഓർത്ത് ദുഃഖിച്ചോ വിഷമിച്ചോ ഒന്നും ഇരിക്കല്ലേ. നല്ലൊരു മാസമായിട്ട് കാണുക, ആ വേണ്ട മുൻകരുതലൊക്കെ എടുത്ത് മുന്നോട്ട് പോവുക കേട്ടോ. എല്ലാം ജാഗ്രതയോടെ പോയി കഴിഞ്ഞാൽ ഒരു വിഷയമില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നേ.